കേരളത്തിലെ സർവകലാശാലകൾ ചാൻസലറായിരിക്കുന്ന ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിട്ടിട്ട് നാളുകൾ ഏറെയായിരുന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടും അംഗീകാരം എന്ന പ്രതീക്ഷയിൽ കേരള സർക്കാരും ഗവർണറും കഴിഞ്ഞ കുറെ നാളുകളായി പൊതുസമൂഹവും മാധ്യമങ്ങളും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് ഈ ഗവർണറുടെ ചാൻസലർ സ്ഥാനത്തുള്ള അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള കേരള സർക്കാരിന്റെ നിയമ ഭേദഗതികൾ രാഷ്ട്രപതി അംഗീകരിക്കാതെ മടക്കി അയച്ചിരിക്കുന്നു. ഈ ഭേദഗതി കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത് കേരള സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്കുള്ള അധികാരങ്ങൾ പരമാവധി കുറയ്ക്കണം എന്നുള്ളതായിരുന്നു. ചാൻസലർക്കുള്ള അധികാരം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്ദേശിച്ചത് തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ സർവകലാശാലകളുടെ തലപ്പത്ത് കൊണ്ടുവന്ന് അവരുടെ സ്വാധീനം ഈ പറയുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാട്ടിയെടുത്ത് കാര്യങ്ങൾ സാധിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ സർവകലാശാലകൾ അങ്ങനെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കേണ്ടതല്ല എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം വ്യക്തമാക്കുന്നത്. അത് നടപ്പാക്കുവാൻ ഉത്തരവാദപ്പെട്ട പാർലമെന്ററി അംഗീകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ UGC എന്ന് പറയുന്നു. UGCയുടെ ഏറ്റവും ഒടുവിൽ 2018 പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശക തത്വങ്ങൾ അനുസരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം. സെർച്ച് കമ്മിറ്റി പലവട്ടം കൂടി അക്കാദമികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ അവരെ കണ്ടെത്തി അങ്ങനെ ഒന്നിലധികം പേരുകളുള്ള ഒരു പാനൽ തയ്യാറാക്കി ചാൻസലർക്ക് നൽകണം. ചാൻസലർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നൊരാളെ വൈസ് ചാൻസലറായി നിയമിക്കും. കേരളത്തിൽ 14 സർവകലാശാലകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 9 സർവകലാശാലകളിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി കുറെ കാലമായി വൈസ് ചാൻസലർമാർ ഇല്ല. താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർമാരാണ് ഇപ്പോൾ 9 സർവകലാശാല ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ അസംതൃപ്തനായ ഗവർണറാണ് യഥാർത്ഥത്തിൽ ഈ തരം നടപടികളിലേക്ക് പോകുവാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകാതെ ഈ ചട്ടങ്ങൾ തിരിച്ചയച്ചതുകൊണ്ട് ചാൻസലർ എന്ന രീതിയിൽ ഗവർണർക്കുള്ള പൂർണ്ണ അധികാരം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉടൻ തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുകയും എത്രയും വേഗം പൂർണ്ണ യോഗ്യതയുള്ള വൈസ് ചാൻസലർമാരെ 9 സർവകലാശാലകളിലും തെരഞ്ഞെടുക്കും എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഗവർണർ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് UGC തന്നെ രാജ്യത്തിന് ആകമാനം ബാധകമാകുന്ന സമഗ്രമായ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയിൽ ആകമാനമുള്ള സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതിന് അനുശാസിക്കാൻ പോവുകയാണ്. നാളിതുവരെ അതില്ല. അതിന്റെ പ്രധാന കാരണം വിദ്യാഭ്യാസം ഭരണഘടന അനുസരിച്ച് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമങ്ങൾ പാസാക്കുവാൻ നയങ്ങൾ രൂപീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള വിഷയത്തെയാണ് കൺകറന്റ് ലിസ്റ്റിൽപ്പെടുത്തുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും പല ചട്ടങ്ങളാണ് നിലവിലിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ഐകരൂപ്യം വരുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ താമസിയാതെ ഏകദേശം ഈ മാസത്തിൽ തന്നെ
സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ എങ്ങനെ നിയമിക്കണം എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ചാൻസലർക്കുള്ള അധികാരം നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെട്ടു വരും. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലും സംഘർഷവും സംഘട്ടനവും അപ്രസക്തമായി തീരും. അർഹരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സർവകലാശാലകളുടെ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിച്ചേരും. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ, ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സർവകലാശാലകളെ പ്രാപ്തരാക്കാൻ അവർക്ക് കഴിയുമെന്നാണ് നിഷ്പക്ഷരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ വൈസ് ചാൻസലർ നിയമനത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നത് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത ഒരു അടികൂടിയാണ് ഈ രാഷ്ട്രപതിയുടെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ഭേദഗതി വരുത്തിയത് അംഗീകരിക്കാതെ മടക്കി അയച്ചത് എന്നതുകൂടി നാം കാണണം. വിദ്യാഭ്യാസ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയും ഒക്കെ സ്വാധീനം ചെലുത്തി അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വൈസ് ചാൻസലർമാരാക്കുവാൻ നടത്തുന്ന ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ചാൻസലറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ അവർ നിയമസഭയിൽ നിയമം പാസാക്കിയത്. ആ പരിപാടി നടക്കുകയില്ല എന്ന് ഇപ്പോൾ ഇതാ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിലവിലുള്ള ഗവൺമെന്റിന്റെ മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ രാഷ്ട്രപതി അത് തിരിച്ചയച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഈ വിഷയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ ഭിന്നതയ്ക്ക് വളരെ വൈകാതെ തന്നെ അറുതി വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സർവകലാശാലകളുടെ വികസനത്തിനും ഗവേഷണത്തിനും ഒക്കെ കോടിക്കണക്കിന് രൂപ ഗ്രാന്റ് ലഭിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അത് സർവകലാശാല ധനസഹായ കമ്മീഷന്റെ ചട്ടങ്ങൾ അനുസരിച്ചെങ്കിൽ മാത്രമേ അവർ ധനസഹായം നൽകുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഗവേഷണവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തിന് ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതാണ് നാളുകളായി പൊതുസമൂഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവർണർ ചാൻസലർ എന്ന പൂർണ്ണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ ഉള്ളിൽ UGCയുടെ പ്രതിനിധി, യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി, ചാൻസലറുടെ പ്രതിനിധി, അങ്ങനെ കുറഞ്ഞ പക്ഷം 3 പേരെങ്കിലും ഉത്തരവാദപ്പെട്ട പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതായിരിക്കും സെർച്ച് കമ്മിറ്റി എന്നതിനെ സംബന്ധിച്ചും ഏകദേശ രൂപമായിട്ടുണ്ട്. അവർ തയ്യാറാക്കുന്ന പാനലിൽ നിന്നായിരിക്കണം വൈസ് ചാൻസലറെ നിയമിക്കേണ്ടത്. അല്ലാതെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ പേര് നിർദ്ദേശിച്ചാൽ ആ പേര് തന്നെ ചാൻസലർ അംഗീകരിക്കണം എന്ന് നിബന്ധനയില്ല. അപ്പോൾ ഗവർണർക്കും ചാൻസലർ എന്ന രീതിയിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ സ്വയംഭരണ അവകാശമുള്ള സർവകലാശാലകളെ സർക്കാരിന്റെ വകുപ്പുകളായി തരം താഴ്ത്തുന്ന നടപടി അവസാനിക്കും. പിൻവാതിൽ നിയമനങ്ങൾക്ക് അറുതിയുണ്ടാകും. അർഹതയുള്ളവരും യോഗ്യതയുള്ളവരുമായവർ അധ്യാപകരായും ഭരണകർത്താക്കളായും സർവകലാശാലകളിൽ വരും. ഇതൊക്കെയാണ് ഇതിന്റെ സവിശേഷമായ നേട്ടങ്ങൾ. അതാണ് കേരളത്തിലെ പൊതുസമൂഹം വളരെ നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രപതി എടുത്തിരിക്കുന്ന തീരുമാനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്, വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ സ്വാർത്ഥ ലാഭം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ ഈ കാര്യത്തിൽ വിഷമമുണ്ടാകാൻ ഇടയുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം സംശുദ്ധമാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.
ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലുന്ന ഹീനമായ, കിരാതമായ, മൃഗീയമായ സംഭവങ്ങളൊക്കെ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലെ വിദ്യാഭ്യാസം ലോകത്തിന്റെ മുൻപിൽ എടുത്തു കാണിക്കാനായി സാധിക്കുകയുള്ളൂ. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഉള്ളത്.